ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രക്കാരും കർക്കിടകക്കൂറിലുള്ളവരാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചും 12-ലാണ് വ്യാഴം മറഞ്ഞു നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ വ്യാഴം പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഈശ്വര ഭജനം തന്നെയാണ് ആവശ്യം. അപ്പോൾ വിഷ്ണുവിനെ തന്നെ നന്നായിട്ട് ഭജിക്കുക. ശ്രീരാമ ക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, എപ്പോഴും വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. പിന്നെ നമ്മൾ ഓം നമോ നാരായണ ജപിക്കുക. ഏറ്റവും കൂടുതൽ ഓം നമോ നാരായണ കുറച്ച് നേരം ഫ്രീ ആയിട്ട് മൊബൈലൊക്കെ ഓഫാക്കി നമ്മൾ ജപിക്കാനിരിക്കുക. നിലത്ത് ഒരു തകിടൊക്കെ വിരിച്ച് അതിലിരിക്കുക. അതൊക്കെയാണ് ആയില്യ നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. അവരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ രാഹുവാണ്. അപ്പോൾ ഈ ആയില്യ നക്ഷത്രം രാഹുവിൻ്റെ നക്ഷത്രമാണെന്നാണ് പറയുക. അപ്പോൾ അവർക്ക് ഈ അഷ്ടമത്തിലാവുമ്പോൾ രോഗാവസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് നാഗക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കൊല്ലത്തിലൊരിക്കൽ ഒരു സർപ്പബലി നടക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് രാഹുവിന് സമർപ്പിക്കുക. പാമ്പ് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹു പൂജ ചെയ്യുക. ഇതൊക്കെ ആയില്യ നക്ഷത്രക്കാർ ചെയ്യേണ്ടതാണ്. പിന്നെ ശിവന്റെ അമ്പലത്തിൽ പോവുക, പിൻവിളക്ക് മുൻവിളക്ക് ധാര, പിന്നെ വില്ലുവാർച്ചന, അത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ 2-ാം ഭാവത്തിൽ നമുക്ക് കേതു ഉള്ളത് കൊണ്ട് ഇതുപോലെ വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വാക്കുകൾ ആയില്യ നക്ഷത്രക്കാർക്ക് ഓൾറെഡി ഇത്തിരി ദേഷ്യം കൂടിയ ഒരു നക്ഷത്രം ആയതുകൊണ്ട് വാക്കുകൾ വളരെയധികം സൂക്ഷിക്കുക. അതിനാണ് നമ്മൾ സഹസ്രനാമം ചൊല്ലാൻ പറയുന്നത്. സഹസ്രനാമം ചൊല്ലാനായിട്ട് നമുക്കൊരു ആദ്യം തുടക്കക്കാർക്കാണെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരും. അല്ലാത്തവർക്ക് ഒരു 40-45 മിനിറ്റെങ്കിലും ഉണ്ടാവും. അപ്പം അത്രയും സമയം നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്ക് ഒരു നോർമൽ നമ്മുടെ മനസ്സിൻ്റെ ടെൻഷനൊക്കെ ഒന്ന് കുറയും. അതുകൊണ്ട് തന്നെ ഇവർ വ്യാഴത്തെ നന്നായിട്ട് ഭജിക്കണം. ഭാഗവത സപ്താഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പോവുക, ഒന്ന് പോയി പങ്കെടുത്തിട്ട് വരിക. അതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. പിന്നെ കയ്യിൽ വരുന്ന ധനം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് ധനത്തെ കുറവ് വരും. അപ്പം അതും വളരെ ശ്രദ്ധിക്കുക. കിട്ടാവുന്ന ധനം വാക്കുകളിലൂടെ പോവാതെയും ശ്രദ്ധിക്കുക. ഇതാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഈ വർഷം ചെയ്യേണ്ടത്. കുട്ടികളാണെങ്കിലും ഇവർക്ക് പുറത്തേക്ക് പോകാൻ, ചരരാശി ആയതുകൊണ്ട് പുറത്തേക്കൊക്കെ പോവാം. അതുകൊണ്ടൊന്നും ഇവിടെ വിഷയമില്ല. വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ വിദേശവാസത്തിന് കുഴപ്പങ്ങളൊന്നും വരില്ല. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ തടസ്സങ്ങൾ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ പിന്മാറാതെ മുന്നോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. വാഹനാദികളൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്.